യാതൊരു വേദാന്തമാണ് പ്രസംഗിക്കുന്നില്ല. പിന്നെന്തിനാണ് നിന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷവും ഇവിടുത്തെ പൂർവ്വജാതികളാണ്. പൂർവ്വജാതികളാണ് എൻ്റെ കുട്ടികളും എൻ്റെ മക്കളും. പിന്നെ അവരുടെ കൂടെ ഇരിക്കുന്ന അവരുടെ കുട്ടികളും അവരെ ഒരുമിച്ച് ഒരു സമയത്ത് ഒന്ന് കാണാൻ സാധിക്കുന്നത് ആ നിർബന്ധിക്കും. അതിനെ ഒന്ന് നോക്കി കാണാനുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടുണ്ട്. പ്രസംഗിക്കാൻ തോന്നുന്നില്ല, ആവശ്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊരു കാര്യം പ്രസംഗിക്കണം പലതിനും ചെറിയൊരു വീഴ്ത്തും എന്ന് പറഞ്ഞാൽ 1961 ഏപ്രിൽ 3-ാം തീയതിയാണ് നമ്മൾ അധ്യാപനം. അന്ന് ഇവിടെ ഒരു ബാച്ച് പുറത്തു പോയിട്ടില്ല. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഫൈനൽ ക്ലാസ്സും അതിൻ്റെ താഴെ ക്ലാസ്സും എനിക്ക് ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് ആ എനിക്ക് വയസ്സായും അതുപോലെ വാക്കുള്ളതായും പഠിക്കുന്ന ക്ലാസ്സിൽ എനിക്ക് ക്ലാസ് വരുന്നതാണ്. അതുകൊണ്ട് അവിടെ എൻ്റെ വിദ്യാർത്ഥികളാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തെറ്റിപ്പോയത്. അതിന് മുന്നോട്ടുള്ളവരൊക്കെ ഇപ്പൊ പ്രസംഗിക്കാൻ ചെയ്യാൻ ശബ്ദം അമ്മൂന്ന് വലിയ പറഞ്ഞ് പറയുന്ന എല്ലാവരും നമ്മുടെ മുന്നിലാണ്. എനിക്കതിന് വലിയ പ്രകൃതിയും ആണെന്നൊന്നും ഇപ്പൊ ഈ കാണുന്ന ഈ ശരീരവും ഈ വായവും ഈ തടിയൊക്കെ അതൊക്കെ ഈ 10-35 വർഷത്തിലൊക്കെ വീടുണ്ടായിരുന്നു. ഇവര് പറയുന്ന കുമ്പളങ്ങി ഈ പരിപ്പ് കൊട്ടപ്പാടുന്നത് ഉണ്ടായ തടി പിന്നെ വയറും ഒക്കെയാണ് ഈ കാണുന്നത്. ഇവരാരും കുമ്പളങ്ങി വയറൊന്നും മരിച്ചിട്ടില്ല. അങ്ങനെ കുമ്പളങ്ങി വയറും വളരെ മോശപ്പെട്ട സാധനവുമല്ല എന്ന് അതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. ഏതാണ്ട് പ്രകൃതി ചികിത്സക്കാരൊക്കെ കുമ്പളങ്ങിയാണ് അത് വെറുതെ പച്ചക്കറി അരച്ചിട്ട് കിടക്കി TV കൊടുക്കുകയാണ്. ഇന്നിട്ട് TV കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതൊക്കെ നല്ല ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു എന്നിപ്പോ ഒരു ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് ഈ കമ്പ്യൂട്ടർ ഈ ഓട്ടമുണ്ടാക്കി അതിനുള്ള ഉപ്പിട്ടിച്ച് നേടിട്ടാണ് അതൊക്കെ തീരുന്ന ആളുകളൊക്കെ വിലന്മാരെ നമ്മൾ കണ്ടവരും അനുഭവിക്കുന്നതൊക്കെയാണ്. കൂടുതൽ രസം പറയാൻ സമയമില്ല. വേണമെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു. ഏതായിരുന്നാലും എൻ്റെ മക്കളോട് പറയാനുള്ള അമ്മയെ മറക്കരുത്, ഉമ്മാനെ മറക്കരുത്. ഇവരാരും മറന്നു എനിക്ക് എൻ്റെ അഭിപ്രായമില്ലായിരുന്നാൽ പിന്നെ ഉമ്മാനെ മറന്നു. എല്ലാവരും ഇവിടെ അഭിപ്രായം പ്രകടിപ്പിച്ചവരൊക്കെ വികാരപരമായുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവരൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ കണ്ടുമുട്ടുന്നതും ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടുന്നതൊക്കെ ഈ സ്ഥാപനത്തോടുള്ള ബഹുമാനവും ആദരവും അവർ പ്രകടിപ്പിക്കുകയും നേതൃത്വം ചെയ്യുന്നതെന്നാണ് ഞങ്ങളുടെ ഇവരുടെ ഈ 25 കൊല്ലത്തെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നമ്മൾക്കുള്ളത്. അത് കാത്തുസൂക്ഷിക്കുകയും നിലനിർത്തുകയും വേണം. ഈ സ്ഥാപനം ഇങ്ങനെ കഴിഞ്ഞാൽ അത് വളർന്നു കഴിഞ്ഞു. അന്നൊക്കെ ഏഷ്യാദക്കാർക്ക് പോലെയും അഭിജനാർ പോലെയും ഇസ്ലാമിനെ പോലെയും ഉള്ള പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും കൊണ്ടുനടത്തിയിരുന്നവർ ഇപ്പോ സംസ്ഥാനങ്ങളിൽ ഇതുപോലത്തെ ദുർബലന്മാരും കഴിവുകളൊക്കെയാണ്. ഈ വന്നിട്ട് അങ്ങനെ പോയിട്ട് ഇത് മുന്നു പോകുന്ന അവസ്ഥ തടയാതെ നിങ്ങളൊക്കെ രംഗത്ത് വന്ന് ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കുകയും വളർത്തുകയും ചെയ്യണം എന്ന് മാത്രമാണ് മക്കളോട് ഒരു പിതാവ് നമുക്ക് എനിക്ക് പറയാനുണ്ട്. അതുപോലെ ഞാൻ അവകാശപ്പെട്ടുകൊണ്ട് പറയാൻ നിങ്ങളൊക്കെ എന്റെ മക്കളാണെന്നു ഞാൻ നിങ്ങളുടെ പിതാവാണെന്നു അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങൾ ഇത് സ്വീകരിക്കണം. ഇതിന്റെ ഈ സ്ഥാപനത്തെ നിങ്ങൾ വളർത്തണം. ഇതിനെ കാത്തുസൂക്ഷിച്ച് നിലനിർത്തണം. ഇത് നിങ്ങളേക്കും നിലനിൽക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമായി അനന്തുമൊഴി പറഞ്ഞതുപോലെ അഭിവൃദ്ധിപ്പെടുന്ന ഇനിയും വളരെ ലോകത്തിന് വെള്ളം നൽകുന്ന ഒരു ദീപക്രമമായി നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.